ഹായ് ഗായ്സ്, നമ്മൾ ഈ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ആപ്പിനെ പറ്റിയിട്ടാണ്. ഈ ആപ്പിൻ്റെ പേരാണ് കൊറോണ കവച്ച്. സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആപ്പാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ കൂടി ഒരുമിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിൻ്റെ ബീറ്റ വെർഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഗായ്സ്. ഈ ആപ്പ് എന്ന് പറയുന്നത് കൊറോണ ഔട്ട്ബ്രേക്ക് തടയാൻ വേണ്ടി പബ്ലിക് ഇൻട്രസ്റ്റ് മൂലം ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. ഇത് അവയർനെസ് മാത്രമല്ല, ഇത് കുറേയേറെ ഫീച്ചേഴ്സുള്ള ഒരു ആപ്പാണ്. സോ ഇതിൻ്റെ ബീറ്റ വെർഷനാണ്, ഇത് ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റിലേക്ക് വരുന്നത്. സോ ഇതിനകത്ത് ഈ ആപ്പ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഇൻട്രൊഡക്ഷൻ വ്യക്തമായി തന്നെ ഈ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. സോ പബ്ലിക് അവയർനെസ് കൂട്ടാനും അതേപോലെ നമ്മളെ ട്രാക്ക് ചെയ്ത് നമ്മളൊരു ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ അടുത്താണ് എന്നുള്ള നോട്ടിഫിക്കേഷൻസും എല്ലാം ഈ ആപ്പ് നമുക്ക് തരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഹെൽത്തിൻ്റെ സ്റ്റാറ്റസും ഈ ആപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ 4 കളർ വെച്ചായിരിക്കും ഇതിൽ നമുക്ക് ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ തരുന്നത്. അതെല്ലാം ഇൻട്രൊഡക്ഷനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. സോ ഇതിൽ ഗ്രീൻ നമുക്ക് തരുന്ന ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും ഹെൽത്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഗുഡ് ഹെൽത്ത് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് ഗ്രീൻ കളറിലൂടെ തരുന്നത്. അതുപോലെ റെഡ് കളറാണെങ്കിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും തരുന്നത്. സോ ഗൈസ്, ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് പെർമിഷൻസും കൊടുക്കാനുണ്ട്. സോ നമ്മൾ പെർമിഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആപ്പ് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം. സോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇതിനകത്ത് എൻ്റർ ചെയ്യുകയാണ്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ OTP വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. OTP ഇപ്പോൾ വന്നു. OTP എൻ്റർ ചെയ്തതിന് ശേഷം, അതായത് വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഈ ആപ്പിൻ്റെ അകത്തോട്ട് കിടക്കുക. അപ്പം ഇതിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഓക്കെ കൊടുത്തു പോയി. സോ ഇതാണ് ആപ്പ് എന്ന് പറയുന്നത്. സോ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. ഇതിൻ്റെ മുകളിൽ എൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. ഹെൽത്തി, അതായത് ഗ്രീൻ ഇൻട്രൊഡക്ഷനിൽ കാണിച്ച പോലെ ഗ്രീൻ കാണിക്കുവാണ്, അത് ഹെൽത്തി ആണെന്നാണ്. അതേപോലെ ഇതിനകത്ത് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അതിനുശേഷം അതേപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ്ങിന് വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് എൻ്റർ ചെയ്യണം. അതേപോലെ നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയിട്ടുണ്ട്, അങ്ങനെ അവർ ചോദിച്ചിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ള ആൻസർ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ അതുവഴിയിട്ടാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത് തീരുമാനിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ അത് എൻ്റർ ചെയ്യുന്നില്ല. ഇതിൽ ലൈവായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ്, അതായത് ഈ COVID-19 ഇന്ത്യയിൽ വന്നിട്ടുള്ളതിനെ പറ്റി കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ കറൻറ്റ് സ്റ്റാറ്റസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 775 കേസസ് ഉണ്ട്, 78 ഡിസ്ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ 78 പേർക്ക് ക്യൂർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഡെത്ത് കേസസ് 19 ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണിത്. നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. സോ ഇത് ബീറ്റ വെർഷനാണെന്ന് പറയുന്നു. ഇതിലും കുറേ ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്യുമെന്ന് പറയുന്നു. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് മിങ്കിൾ ചെയ്താൽ നമുക്ക് അപ്പോഴേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തരുന്ന തരത്തിലുള്ള ഒരു ആപ്പാണിത്. സോ എല്ലാവരും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്.